ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേളാങ്കണ്ണിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നതേ അടുത്ത ദിവസം ഉണ്ട്, അതായത് നമ്മുടെ വേളാങ്കണ്ണിയിൽ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കമായിരുന്നു. അപ്പോൾ അതേ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നമ്മളുടെ മലയാളം കുർബാന നടക്കുന്നത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ പുതിയ ചർച്ചിലാണ്. അവിടെയാണ് നമ്മുടെ ഇപ്പോൾ മലയാളം കുർബാന നടക്കുന്നത്. അതിനു മുമ്പെല്ലാം പഴയ പള്ളിയുടെ ബാക്ക് സൈഡിൽ വേറൊരു പള്ളിയുണ്ട്. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും നേരത്തെ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് പുതിയതായിട്ട് പണിത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫുൾ കുർബാന, മലയാളം കുർബാന നടക്കുന്നത്. ഇവിടെയാണ് രാവിലെ 9 മണിക്ക് എല്ലാ ദിവസവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ആൾത്താരെയാണ്. ഒരു സമയം 14,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കുർബാന കൂടാനുള്ള സൗകര്യമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. നമ്മുടെ നേഹമോക്ക് ഇവിടെ വന്ന് കുർബാനയുടെ സുവിശേഷം വായിക്കാൻ, അതായത് ബൈബിൾ വായിക്കാനുള്ള ഒരു അവസരം അവൾക്ക് അവിടെ കിട്ടി. അപ്പോൾ അവൾ അതിനുവേണ്ടി ഒരുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ആൾത്താരയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്, വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ ഒരു ബൈബിൾ വായിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നത്. അപ്പോൾ ഇതേ കുർബാന തുടങ്ങാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നീട്. ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നിങ്ങളിപ്പോൾ പുറത്ത് നോക്കി അറിയാൻ പറ്റും എത്ര തിരക്ക് കുറവാണ്. കാരണം കൊറോണയ്ക്ക് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം എന്ത് തിരക്കായിരിക്കും. അതായത് പള്ളിയുടെ അകവും നിറഞ്ഞിരിക്കും, പുറമെ എല്ലാം നിറഞ്ഞ് ഫില്ലായിരിക്കും, ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടുത്തത് പോകുന്നത് നമ്മളുടെ വേളാങ്കണ്ണിലെ മെയിൻ സംഭവമായിട്ടുള്ള മുട്ടയടിക്കുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ കൗണ്ടർ ഉണ്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മൾ മുട്ടയടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇത് സീഫിൻ്റെ കസിൻസാണ്. പ്രതീക്ഷിക്കാതെ തന്നെ അവരെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. ഇറങ്ങുന്ന ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവരും ഇവിടെ വരുന്നുണ്ടെന്ന് മുട്ടയടിക്കാൻ, കൊച്ചിൻ്റെ നേർച്ച കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം 2-2.5 വർഷമായി അവരെ എല്ലാവരെയും കണ്ടിട്ട്. ഇതിൽ പലവരെയും മരുമക്കളെ ഒന്നും ഞങ്ങൾ 2-3 പേരെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരെ നേരിട്ട് കാണാൻ പറ്റി. അങ്ങനെയുള്ള സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഞങ്ങൾക്കത്. അപ്പോൾ കൊച്ചിൻ്റെ മുട്ടയടിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വാ. സീഫ എൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ മോളും മോളുടെ ഹസ്ബൻഡും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെയാണ് ഇവരെല്ലാവരും. ഇവർ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇതിനായിട്ട്. പിന്നെ ഈ മുട്ടയടിക്കുന്നത് ഇത് കാണിക്കുന്നതിൻ്റെ ഒരു കാരണം പലർക്കും അത് എങ്ങനെയാണെന്ന് അറിയാനും കൂടെ വേണേണ്. 30 രൂപയാണ് മുട്ടയടിക്കാൻ ഇവിടെ ഒരു ടോക്കൺ എടുക്കുന്നത്. കൂടാതെ അവർ ഓരോ കുട്ടികൾക്കും പ്രത്യേകം പുതിയ ബ്ലേഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ നമുക്കതൊക്കെ ധൈര്യത്തോടെ ഇവിടെ വന്ന് ചെയ്യാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല. നല്ല സൂക്ഷിച്ച് അവർ നല്ല ക്ഷമയോടെ തന്നെ ചെയ്യുന്നുണ്ട്. പിള്ളേരാകുമ്പോൾ കരയും. പിന്നെ പിള്ളേർ മാത്രമല്ല, മുതിർന്നവർ വരെ നേർച്ച കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്ന് നേർച്ച ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓടിച്ച് കാണിച്ചത്. ഇപ്പം
മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ കൊച്ചിനൊന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് തലയിൽ നമ്മുടെ കടൽ വെള്ളം ഒന്ന് തളിച്ചെന്തോ കഴുകുക ചെയ്യും. എന്നിട്ട് ചന്ദനം പൂശി കൊടുക്കും. അപ്പോൾ അതിനായിട്ട് അവർ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അടുത്ത പള്ളിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കാണിക്കുന്ന പള്ളി എന്ന് പറയുന്നത് നമ്മളുടെ മുട്ടിനഴിഞ്ഞ് വരുമ്പോഴുള്ള പള്ളിയിൽ കിണറൊക്കെ ഉള്ള ആ പള്ളിയുണ്ട്. ഇതാണ് ആ കിണർ, അതായത് ലേഡി ടാങ്ക് എന്ന് പറയും. ഭയങ്കര വിശുദ്ധമായിട്ടുള്ള ഒരു കിണറാണത്, അത്ഭുതം നടന്നതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ആ പള്ളിയിൽ ഞങ്ങൾ വന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഈ കാണുന്നതാണ് മുട്ടിനിഴയണ സ്ഥലം. നിങ്ങിപ്പോൾ കാണാൻ പറ്റും. നമ്മൾ വലിയൊരു നേർച്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന നേർച്ചയിൽ ഒന്നാണ് മുട്ടിനിഴയുന്നതും അതുപോലെ മുട്ടിൽ നീന്തുന്നതൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ തല മുട്ടയടിക്കുന്നതും. ഈ 2 നേർച്ചയാണ് വേളാങ്കണ്ണിയിൽ എൻ്റെ അറിവിൽ ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഈ പള്ളിയിൽ ഇവിടെയാണ് വന്നിട്ട് ഈ മുട്ടിനിഴൽ ചെയ്യണത്. ഇതിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഇപ്പോൾ അത്രയും ക്ലിയറായിട്ട് വെള്ളം കാണില്ല. ഇന്നിപ്പോൾ ഫുള്ളായിട്ട് അവർ ക്ലോസ് ചെയ്തെന്നേ പറയാം. പണ്ടൊന്നും ഇങ്ങനെയല്ല, ഇത്രയും ക്ലോസ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കേട്ടോ. പണ്ട് നമ്മൾ വരുമ്പോൾ മഴയില്ലാത്ത സമയത്താണ് ഈ മണൽ ശരിക്കും ഇതായി കിടക്കും. ഇപ്പോൾ മഴ പെയ്ത് കല്ല് പോലെ ഉറച്ചിരിക്കുകയാണ്. അത് നല്ല ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ മറ്റേത് ചെയ്യുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. മണലെല്ലാം നനഞ്ഞ് ഇതായിട്ട് ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞങ്ങൾക്ക് നേർച്ച കഴിക്കണം. ഞങ്ങൾ വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ തിരിച്ച് ആൻറ്റീൻ്റെ അടുത്തൊക്കെ വന്നു. കെർണ ചേച്ചിയും എല്ലാവരും അവരെ കണ്ടു. എല്ലാവരും മിട്ടുമോൻ്റെ ബാപ്റ്റിസത്തിന് കണ്ടതാണ്. അതിനുശേഷം ഇവരാരും കണ്ടിട്ടില്ല പരസ്പരം. അപ്പോൾ അവരെല്ലാവരും കണ്ടു കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതൊരു വലിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. ഈ വേളാങ്കണ്ണിയിൽ ഞങ്ങൾക്ക് അതും ഒരു വലിയൊരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഇവരെല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റിയത്. சரி வாங்குங்க, அதெல்லாம் வாங்குங்க. நிறைய பேர் சொல்லியிருக்கு. ഫ്രണ്ട്സ്, ഇവരൊരു ദിവസത്തേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ അവർ തിരിച്ചു പോകും. അതുകൊണ്ട് അവർ വേഗം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ്. അപ്പോൾ അവർ നേർച്ച കഴിക്കണം. ഇതെല്ലാം ഇവിടുത്തെ നേർച്ച കേട്ടോ. മാല ഇടുന്നതും തെങ്ങിൻ്റെ തൈ വയ്ക്കുന്നതും അങ്ങനെയുള്ള അവിടെ കാഴ്ച വയ്ക്കും മാതാവിന്. അപ്പോൾ അവർ 12 മണിക്കത്തെ തമിഴ് കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ ആ കുർബാന കയറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ വക എന്നുള്ള ബുക്ക് സെൻറ്റർ. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥന ബുക്കും മാതാവിൻ്റെയും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വാങ്ങാനുള്ള ഇതെല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ബുക്സ് നമുക്ക് കിട്ടും. കലണ്ടർ പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ സെക്ഷനായിട്ട്. പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു, ഒറ്റൊരു സ്റ്റോറായിരുന്നു, അവിടെ തന്നെ എല്ലാം കിട്ടുമെന്ന്. പക്ഷേ ഇപ്പോൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തത് ബാക്കി രൂപങ്ങൾ, കൊന്ത അങ്ങനെയുള്ള എല്ലാം ബ്ലെസ് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത് അടുത്തൊരു പുതിയൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാള് പോലെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മാളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അതേ ഒരു ലുക്കാണ് കാണാൻ. നല്ല ഭംഗിയാണ്. അവിടെ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. രൂപങ്ങൾ, ചെറിയ ചെറിയ രൂപങ്ങൾ, വലിയ രൂപങ്ങൾ, കൊന്ത, അങ്ങനെ ഓരോന്നും പാർട്ടീഷൻ ചെയ്ത് അവർ വെച്ചേക്കണത്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഞാനത് ഓരോന്നും കാണിച്ചു തരാം.
ഫ്രണ്ട്സ്, ഇപ്പോൾ ബുക്ക് സെൻറ്റർ ആണെങ്കിലും നമ്മളുടെ സ്റ്റോർ ആണെങ്കിലും അതേപോലെ തന്നെ മ്യൂസിയം എല്ലാം അടുത്തടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലായിടത്തേക്കും പോകാൻ കുറച്ചും കൂടി എളുപ്പമാണ് അടുത്തടുത്തായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് മ്യൂസിയത്തിലൊന്ന് കയറി നോക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ മ്യൂസിയം കയറാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറി കണ്ടിട്ട് വരാം. നിങ്ങൾ നേരിട്ട് വരുമ്പോൾ കാണാവുന്നതാണ് കേട്ടോ. നമുക്ക് കാണിക്കാൻ പറ്റില്ല ക്യാമറയിൽ. ഫ്രണ്ട്സ്, ഈ മ്യൂസിയം എന്ന് പറയുന്നത് നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ പ്രാർത്ഥനാ ഫലമൊക്കെ കിട്ടിയതിൻ്റെ കാര്യങ്ങൾ എഴുതിയേക്കുന്നതും ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അല്ലാതെ വേറെ അത്ഭുതത്തിൻ്റെയും അങ്ങനെയുള്ളതല്ല, ഓഫറിങ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു മ്യൂസിയമാണത്. അപ്പോൾ അതും കണ്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തോട്ട് എല്ലാവരും മീറ്റ് ചെയ്തു. കാരണം ഓരോരുത്തർ അവരും നേർച്ചഴിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും ഓരോരോ സെക്ഷനിലേക്ക് പോയേക്കണമായിരുന്നു. ഇപ്പോൾ ഇതേ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാഴ്ചകളും കൂടെ കാണാം. ഫ്രണ്ട്സ്, ഇവിടെയാണ് കേട്ടോ നമുക്ക് മാതാവിന് സാരി ഉടുപ്പിക്കാനുള്ള നമുക്കിവിടെ കൊടുക്കില്ല. നമ്മൾ എന്താ പറയുക, മാതാവിന് സാരി ഉടുപ്പിച്ചൊക്കെ നിർത്തൂലേ, അപ്പോൾ അതിനുള്ള സാരി കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. എന്നിട്ട് ഈ മാതാവ് ഉടുത്ത സാരികൾ നമുക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ അതും ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലേക്കായിട്ട് കുറേ ഷോപ്പ് പോലെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നേർച്ചകളൊക്കെ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മൾ കുർബാനയ്ക്ക് പൈസ അടയ്ക്കണതെല്ലാം, പണം അടയ്ക്കണത് ഇവിടെയാണ്. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും ഓരോ ബോർഡിൽ ഓരോ കാര്യസാധ്യങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ നമ്പർ എഴുതിയാൽ മതി. ആ ചേച്ചിയുടെ ഇരിക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടോ, അതുപോലത്തെ പേപ്പർ അവിടെ നിന്ന് എടുക്കുക. നമ്മൾ ആർക്ക് വേണ്ടിയാണ്, ഇപ്പോൾ ഒരു മരിച്ചവർക്ക് വേണ്ടിയാണെങ്കിൽ ആളുടെ പേര്, ആ നമ്പർ അവിടെ ഉണ്ടാവും എന്താണെന്നുള്ള. ഇപ്പോൾ മരിച്ചവരുടെ ആണെങ്കിൽ ഇപ്പോൾ 10 ആണെങ്കിൽ 10 അത് നമുക്ക് അവിടെ എഴുതാം. എന്നിട്ട് ഒരു കുർബാനയാണെങ്കിൽ 150 എന്ന് എഴുതിയിട്ട് നമുക്കവിടെ പൈസ അടച്ചിന് റെസീറ്റ് കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരും കുർബാന കഴിഞ്ഞ് ജോയ്സി ആൻറ്റിയും ഫാമിലിയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ അവർക്കും ഭയങ്കര നിർബന്ധം, കുറേ നാൾക്ക് ശേഷം കാണുന്നുണ്ട് ഒരുമിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് ഓർത്ത് അവർ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഹോട്ടൽ പാരഡൈസ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മീൽസാണ് വാങ്ങിയത്. മിട്ടു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങി, ഞങ്ങൾ എല്ലാവരും മീൽസ് വാങ്ങി. പിന്നെ ശാന്താലിൻ്റെ കുട്ടിയും നൂഡിൽസ് വാങ്ങി. അപ്പോൾ എല്ലാം നല്ല, ഞങ്ങളെല്ലാം ഷെയർ ചെയ്താണ് കഴിച്ചത്. ഇഷ്ടപ്പെട്ടു. മീൻ ആണെങ്കിലും മീൻ കറി, മട്ടൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. മീൻ തന്നെ 2-3 തരത്തിലുള്ള മീൻ അശോക് വാങ്ങിച്ചായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. கீழே விழுந்ததா இல்லை உடஞ்சதா? ഫ്രണ്ട്സ്, ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ വേളാങ്കണ്ണിയിലെ നല്ലൊരു ബീച്ച് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്, അതാണ് ഈ ബീച്ച്. ജോയ്സ് ആൻറ്റി ലോറൻസുകളൊക്കെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അരികത്താണ് ഈ ബീച്ച് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാവരും റെസ്റ്റ് എടുത്ത ശേഷമാണ് ബീച്ചിലേക്ക് പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ബീച്ച് കാണാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നേരത്തെ അപ്പുറത്ത് നമ്മൾ കടകളുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം വെള്ളം അവിടെ അത്രയും കയറി. ഇവിടെ നമുക്ക് കടലിൽ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊച്ചുങ്ങൾ, ആ പൊടി ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അതിന് വെള്ളത്തിൽ കാലനക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ ഒരുങ്ങിയായിട്ട് വന്നത്. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് ഇത്രയും. പക്ഷെ കുറേ പേരവിടെ വെള്ളത്തിൽ കുളിക്കുന്നൊക്കെ ഉണ്ട്, കടൽവെള്ളത്തിൽ. മിട്ടും ചീസും പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് അവർ ഒരുങ്ങിയൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാല് മാത്രം നനയ്ക്കുന്നത്. പറ്റുമെങ്കിൽ ഞങ്ങൾ വേറെ രാവിലെ വരെ തിരക്ക് കുറയുന്ന സമയം നോക്കി വരാൻ ഉദ്ദേശിക്കുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന എപ്പിസോഡിൽ അത് കാണിക്കുന്നതാണ് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത്, കടലാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ഒരു മൂഡാണ്. എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കളിയാണ് കേട്ടോ.
ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ലോറൻസ് അങ്കിള്, ജോയ്സ് ആൻറ്റിയുടെ ഹസ്ബൻഡ്, സ്റ്റീഫിൻ്റെ അളിയൻ. അപ്പോൾ നമ്മുടെ കേരള ചേച്ചിയും മേർച്ചനും പിള്ളേരൊക്കെ റൂമിൽ നിന്ന് ഫ്രഷായിട്ട് അവർ ബീച്ചിലെത്തി. ഇനി എല്ലാവരും കൂടെ ഒരു തകർക്കലാണ്. ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ സാധാരണ ബീച്ചിൽ കാണുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ബലൂൺ പൊട്ടിക്കൽ, അങ്ങനെയുള്ള കളിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ മീനിൽ പല പല മീനുകൾ അവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ചും അവർ ഫ്രൈ ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇതുവരെ അറിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് തൃപ്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ കറക്റ്റ് റിവ്യൂ അറിയില്ല. കാരണം പലരും പല രീതിയിൽ പറയാറുണ്ട്, വൃത്തി ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്നാൽ വാങ്ങി കഴിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറേ കടകളുണ്ട്, പാനിപൂരി അതുപോലെയുള്ള സമൂസ ചാറ്റൊക്കെ കിട്ടുന്ന കുറേ കടകളും അവിടെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകളുണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ അതിനുശേഷം അവരെല്ലാം യാത്രയായി. അവർ നൈറ്റ് ചെന്നൈക്കുള്ള ട്രെയിനിൽ അവർ പോയി. തിരിച്ച് ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് തിരിച്ച് നേർച്ച കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേർച്ച മുട്ടിനഴിയാൻ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യം ഫുൾ വെള്ളമാണ്. എന്നാൽ നേരത്തെ മഴ പെയ്ത് കിടക്കുന്നതിൻ്റെ വെള്ളം കെട്ടിക്കിടക്കലൊക്കെയാണ്. എന്നാലും നമ്മൾ നേർച്ച നേരുമ്പോൾ നമ്മളിതെല്ലാം മറന്നു പോകും. ദൈവത്തിന് മാതാവിൽ സമർപ്പിച്ച് നമ്മളങ്ങോട്ട് നേർച്ച നേരും. ഇപ്പോൾ ഈ കൊച്ചുങ്ങൾ പോകുന്നുണ്ട്. ഇതും ഇവിടുത്തെ വേറൊരു നേർച്ച, മുട്ടിനിഴയിലല്ലാതെ എന്താ പറഞ്ഞാൽ ഓരോ അടി പാദം വെച്ച് വെച്ച് പ്രാർത്ഥനയോടെ പോകട്ടെ. നമ്മൾ മനസ്സിൽ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥന ലഭിച്ചതിൻ്റെയും ഇതായിട്ട് നമ്മൾ നേർച്ചൊഴിക്കും. അതുപോലെ ഓരോ പ്രാർത്ഥന സഹായത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാ പ്രാവശ്യവും ഞാൻ വന്ന ശേഷം ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും മാതാവ് അനുഗ്രഹിച്ച് ചെയ്തപ്പോഴെല്ലാം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുതന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് മാതാവിൻ്റെ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ നേർച്ചയൊക്കെ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകും. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം വേളാങ്കണ്ണിയിൽ ഇവിടെ തീരാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തെ, അതായത് വേളാങ്കണ്ണിയിലെ മൂന്നാമത്തെ ദിവസത്തിലെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.